ഇരുളും വെളിച്ചമാകും എന്നതിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്നത് തല മുണ്ടനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ, വഴിപാടെടുത്താൽ കൂടുതൽ ഫലം ലഭിക്കുമോ എന്നതാണ്. പലരും ചെയ്യുന്നൊരു വഴിപാടാണ് തല മുണ്ടനം ചെയ്യുക, തല വടിക്കുക, അങ്ങനെയുള്ള നേർച്ച. കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ട്, കാര്യസാധ്യം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലും ആ വഴിപാട് നടക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിലാണ് അതിനെ പ്രതിപാദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തല മുണ്ടനം ചെയ്യുന്ന വഴിപാട് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ നമ്മളിലുള്ള ദുഷ്ടത, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ മാറ്റി പുതിയൊരു രീതി, ആരെയും ദ്രോഹിക്കാത്ത, അസഭ്യം പറയാത്ത, സഭ്യമായ മാർഗങ്ങളിൽ കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും, നമ്മൾ ഇന്നലെ വരെയുള്ള മോശം ചെയ്തികളെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന, മറ്റുള്ളവർക്കെതിരെ സംസാരിക്കുന്ന, അവരെ വെല്ലുവിളിക്കുന്ന ആ രീതികൾ മാറ്റിവെച്ചുകൊണ്ട് സ്നേഹബഹുമാനത്തോടെയുള്ള, നല്ല എളിമയോടുള്ള, ഈശ്വരഭക്തിയോടെയുള്ള ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു വഴിപാടായിട്ടാണ്, ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ തല മാറ്റിവെക്കാൻ പറ്റില്ല. പകരം ദേവന്റെ മുന്നേ നമ്മൾ സമർപ്പിക്കുന്നതാണ് നമ്മുടെ തലമുടി. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്ന ആ തലമുടിയെ നമ്മൾ സമർപ്പിക്കുന്നത്. ആ സമർപ്പിച്ച് നമ്മളൊരു തല മാറ്റിവെക്കാൻ, അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റാത്തത് കൊണ്ട് ആ ഇഷ്ടപ്പെടുന്ന ആ രീതി, ആ ഒരു സൗന്ദര്യ രീതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന, നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ തലയെ സംരക്ഷിക്കുന്ന, അതിനെ കൊണ്ട് സമർപ്പിച്ച്, ദേവന്റെ മുന്നേ സമർപ്പിച്ച്, ഞാൻ ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ പുതിയ ചിന്തയിലും പുതിയ പ്രാർത്ഥനകളിലും പുതിയ പ്രവർത്തന രീതികളിലും ആരെയും ദ്രോഹിക്കാത്ത അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകണം അതിൻ്റെ ഫലം, അങ്ങനെ ആകും അതിൻ്റെ പ്രവൃത്തിയും. എങ്കിലേ അതുകൊണ്ട് ഫലമുള്ളൂ. അല്ലാതെ ദേവന് നമ്മൾ തലമുണ്ടനം ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ദേവന് അതുമായിട്ട് എന്ത് ലാഭം കിട്ടുമെന്ന് കേട്ടാൽ അറിയില്ല. ആ രീതിയിൽ നമ്മൾ ആ വഴിപാടിനെ കണ്ടാലേ അതുകൊണ്ട് ഫലമുള്ളൂ. അങ്ങനെ ആകണം നമ്മൾ ആ വഴിപാടിനെ ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ അതുകൊണ്ട് ദേവനൊരു ഗുണവുമില്ല, ദേവൻ്റെ അടുത്ത് നമുക്ക് എത്താനും തലമുണ്ടനം ചെയ്തു എന്നൊരു കാരണം കൊണ്ട് അങ്ങനെ കയറിപ്പോകാനൊന്നും പറ്റില്ല. അപ്പം നമുക്ക് പറ്റുന്നൊരു കാര്യം ഇതേ ഉള്ളൂ. നമ്മുടെ മോശം ചെയ്തികളെ മാറ്റിവെച്ചുകൊണ്ട് പുതിയ രീതിയിൽ, പുതിയ നല്ല പ്രവർത്തനങ്ങളുമായി, നല്ല ചിന്തകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴി പുതുതായിട്ട് തുറന്നെടുക്കുന്ന ഒരു വഴിപാടാണ് തലമുണ്ടനം ചെയ്യുന്ന വഴിപാട്. നന്ദി, നമസ്തേ.